നമസ്കാരം. ഉറക്ക ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ കൊല്ലത്താണ്. കൊല്ലം തിളച്ചു മറിയുകയാണ്. മുകളിൽ ചൂട്, ചുറ്റും ചൂട്, താഴെ ചൂട്, ഒപ്പം തെരഞ്ഞെടുപ്പ് ചൂടും. ഇരു മുന്നണികളെയും മാറി മാറി അനുഗ്രഹിച്ചിട്ടുള്ള കൊല്ലം മണ്ഡലം ഇക്കുറി തിരിച്ചു പിടിക്കും എന്നുള്ള വാശിയിലാണ് CPM-ഉം ഇടതുമുന്നണിയും. അതിനായി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതാവുമായ KN ബാലഗോപാലിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു. NK പ്രേമചന്ദ്രനാവട്ടെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഒരവസരം കൂടി ചോദിക്കുകയാണ്. ഇപ്പോഴും ശ്രദ്ധാകേന്ദ്രം NK പ്രേമചന്ദ്രൻ തന്നെയാണ്. അത് നല്ലതിനായാലും ചീത്തയ്ക്കായാലും. നമുക്ക് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ അറിയാം ഉറക്കെ ഉച്ചത്തിൽ. എന്താണ് പേര്? പേര് വിഷ്ണു വിജയൻ, KSU ജില്ലാ പ്രസിഡന്റാണ്. ശുഭപ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും 100% ശുഭപ്രതീക്ഷയുണ്ട്. വിജയം ഉറപ്പാണ്. വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ള മാത്രമുള്ള പ്രവർത്തനങ്ങളാണ് NK പ്രേമേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KN ബാലഗോപാലിനെ ആ പദവിയിൽ നിന്ന് രാജിവയ്പ്പിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി പട നയിക്കാൻ ഇറക്കിയിരിക്കുകയാണ്. പ്രതീക്ഷയുണ്ട് തുക? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. എന്താ പേര്? എൻ്റെ പേര് സുരേഷ് ബാബു. ഞാൻ ഇവിടെ ആശ്രമം മിഡിൽ ബിയിലെ ഒരു മെമ്പറാണ്. പിന്നെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ അദ്ദേഹം വേണ്ട ഒരു ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വാക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതിൽ രക്ഷപ്പെട്ടതെന്നുള്ളത്. ഇത്തവണ ഇവിടെ കൊല്ലം പ്രയോഗമാണോ ഉദ്ദേശിച്ചത്? അല്ല, അതുകൊണ്ടല്ല. അതിപ്പോൾ എന്താണെന്ന് പറയുന്നില്ല. ഈ വർഷത്തെ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം കണ്ടതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ ഈ സീറ്റ് തിരിച്ചു പിടിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഞാൻ തിരിച്ചെത്താം. എന്താണ് പേര്? എൻ്റെ പേര് അനൂപ്, KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അനൂപ്, ഈ വൻ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു പിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് CPM? CPM അത് ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴ് NK പ്രേമചന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് പാർലമെൻറ്റേറിയൻ അവാർഡ് കിട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തേക്കായും ഇരട്ടി ഭൂരിപക്ഷം എന്തായാലും ഈ പ്രാവശ്യം NK പ്രേമചന്ദ്രൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾ 100% ഉറപ്പാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഞാൻ തിരിച്ചു വരാം. കോൺഗ്രസ്സുകാർക്കും ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഫാസി. എന്താണ്? CPM-ന്റെ കടപ്പാക്കട LC മെമ്പറാണ്. ശരി, എന്താണ് സാധ്യതകൾ? ബേബി നിന്നിട്ട് കിട്ടാത്ത മണ്ഡലമാണ്. അതന്നെ, അവസരവാദ രാഷ്ട്രീയത്തിനും വർഗീയവാദത്തിനുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത്. ഇതിൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി KN ബാലഗോപാൽ വിജയിച്ചിരിക്കുമെന്ന് യാതൊരു തർക്കവുമില്ല. അടിയുറപ്പിച്ച് ഞങ്ങൾ പറയാണ്. കാരണം ഇവിടെ പ്രേമേന്ദ്രൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇടതുപക്ഷം ചെയ്തിട്ടുള്ള നേട്ടങ്ങളെ മാത്രം ബുക്കിനകത്ത് പകർത്തി എഴുതിയതുകൊണ്ട് വിജയിക്കത്തില്ല. ഇടതുപക്ഷം ചെയ്തിട്ടുള്ള നേട്ടങ്ങളാണ് ഇവിടെ ഇന്ന് കൊല്ലത്ത് മൊത്തം ഉള്ളത്. ബൈപ്പാസ് ആയാലും എല്ലാം, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആയാലും എല്ലാ കാര്യങ്ങളും അത് തന്നെയാണ്. അതിനെ ബുക്കിനകത്ത് പകർത്തി എഴുതി ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഈ പ്രാവശ്യം അത് നടക്കത്തില്ല എന്നാണ് കൊല്ലം ജനത അടിവരയിട്ട് പറയുന്നത്. അബിൻ അല്ലേ? RS അബിൻ, യൂത്ത് കോൺഗ്രസ് നേതാവ്, ജില്ലാ സെക്രട്ടറിയാണ്. അബിൻ, വർഗീയവാദത്തിനും അവസരവാദ രാഷ്ട്രീയത്തിനും എതിരായ വിധിയെഴുത്താകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് ഇടതുമുന്നണിയുടെ MP ആയിരുന്നു NK പ്രേമചന്ദ്രൻ, ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ MP ആണ്. അപ്പോൾ അദ്ദേഹം ഉറച്ചു നിൽക്കില്ല എന്നുള്ളൊരു സൂചനയല്ലേ അവിടെ കിട്ടുന്നത്? ഒന്നുമല്ല, ഈ വരുന്ന 17ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചേട്ടൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച് നിർത്തിയ ഒരു വാക്കുണ്ട്. അതായത് മറ്റൊന്നുമല്ല, പ്രേമചന്ദ്രനാണ് ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുകയുണ്ടായി. ഞങ്ങൾക്കും പറയുവാനുള്ളത് അത് തന്നെയാണ്. പ്രേമചന്ദ്രൻ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. വർഗീയതയ്ക്കും അക്രമ രാഷ്ട്രീയത്തിനും വിഘടനവാദത്തിനും ഒക്കെ എതിരെയുള്ള വിധിയെഴുത്ത് തന്നെയായിരിക്കും ഈ 17ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ആ 17ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 2 പക്ഷമാണ് ഇന്ത്യയിൽ മത്സരിക്കുന്നത്. ഒരു ഭാഗത്ത് മതേതരത്വവും മറുഭാഗത്ത് വർഗീയതയും. ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള പോരാട്ടമാണ്. മറ്റൊരു ഭാഗത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മഹാത്മാഗാന്ധിയും ഗോഡ്സെയും തമ്മിലുള്ള പോരാട്ടത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. ആ സാക്ഷ്യം വഹിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഭാഗത്ത് നിന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് കരുത്തു പകരുന്ന പ്രേമചന്ദ്രനും തന്നെയായിരിക്കും വർഗീയതയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ തിരിച്ചെത്താം. നമുക്ക് മറ്റ് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇവിടെയുള്ള ഏക വനിതാ പ്രതിനിധി, എന്താണ് പേര്? ദേവിക. ദേവിക എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. DYFയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗമാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പും UDF ക്യാമ്പും. അതെ, പക്ഷെ അതിലപ്പുറം ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തവണ സാക്ഷാൽ MA ബേബി നിന്നിട്ട് ജയിക്കാത്ത മണ്ഡലം ഇക്കുറി തിരിച്ചു പിടിക്കുമെന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനം എന്ത്?
നമ്മുടെ ഒരു സഖാവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാസി സഖാവ് പറഞ്ഞ പോലെ തന്നെ അവസരവാദത്തിന് ഇനി അവസരമില്ല. അതാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. മാത്രമല്ല വിദ്യാർത്ഥി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെയും ഈ ബാഗ്ലെസ് സ്കൂൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചത് കെ.എൻ. ബാലഗോപാലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പുള്ളിക്ക് അതുപോലെ തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തി തന്നെ ഇക്കുറി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മറുഭാഗത്ത് എൻ കെ പ്രേമചന്ദ്രനും ഐക്യജനാധിപത്യ മുന്നണിയും ബാധിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് വൻതോതിൽ വികസനം ഇവിടെ കൊണ്ടുവന്നയാൾ. നമ്മുടെ കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ അക്ഷീണം യത്നിച്ചയാൾ എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ അവരും ഉന്നയിക്കുന്നുണ്ട്. ഈ ബൈപ്പാസ് ഒക്കെ വന്ന വഴി എന്താണെന്നുള്ളത് കുഞ്ഞു കുട്ടിക്ക് വരെ ഇപ്പൊ അറിയാവുന്ന. അപ്പൊ അതിനെപ്പറ്റി പ്രേമചന്ദ്രൻ അതിന് ബൈപ്പാസ് കൊണ്ടുവന്നു എന്നുള്ള രീതിയിലുള്ള വ്യാജമായിട്ടുള്ള കപടമായിട്ടുള്ള കാര്യങ്ങളും അതിന് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടുവന്ന് അതിന്റെ ഉദ്ഘാടനം നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പരസ്യമായിട്ട് വ്യക്തമാണ്. ഞാൻ ഈ ഇലക്ഷൻ മൂക്കിന്റെ തുമ്പത്ത് വന്ന് നിൽക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ ഇനി ആദ്യം തൊട്ടേ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ വികസനങ്ങൾ നടത്തി പ്രേമചന്ദ്രൻ ഒട്ടനവധി വികസനങ്ങൾ കാഴ്ചവെച്ചു എന്ന് പറയുന്നു. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതുവരെ വ്യക്തമല്ല. അവ്യക്തമായിട്ടുള്ളൊരു കാര്യമാണത്. ആ വികസനങ്ങൾ പ്രേമചന്ദ്രൻ കാഴ്ചവെച്ചു എന്നുള്ളത്. അപ്പോൾ അത് അതൊന്ന് ചോദിക്കട്ടെ, എന്താ പേര്? എൻ്റെ പേര് അൻസാരി എന്നാണ്. ഞാൻ RYFന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ്. അൻസാരി, അവസരവാദ രാഷ്ട്രീയത്തിന് ഇനി അവസരമില്ലെന്നാണ് ദേവിക പറഞ്ഞത്. പിന്നെ വികസനം എന്ന് അവകാശപ്പെടുമ്പോൾ എന്ത് വികസനം? ഈ അവസരവാദ രാഷ്ട്രീയം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പ്രേമചന്ദ്രൻ്റെ അവസരവാദമാണോ അതോ RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അവസരമാണോ? ആ പറയുന്ന സഖാക്കൾ തന്നെ, അതിൽ പ്രവർത്തകർ തന്നെ മനസ്സിലാക്കണം. 34 വർഷത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചൂടും ചൂരുമായി നിൽക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനത്തെ തന്നെ കേരളത്തെ നയിച്ചതും അതിന് വ്യക്തമായി അറിയപ്പെട്ട ഒരാളുമാണ് സഖാവ് എൻ കെ പ്രേമചന്ദ്രൻ. ആ സഖാവ് എൻ കെ പ്രേമചന്ദ്രനെയും RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് തൊഴിലാളി വർഗം കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RSP. അത് 2014 തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് മുന്നണി വിട്ടു എന്നുള്ളത് കേരളീയ സമൂഹം 2014 തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തതും ആ നടപടി തെറ്റാണ് എന്ന് CPMന് ഉത്തമ ബോധ്യം കൊടുത്തുകൊണ്ട് കരണത്തടിച്ചാണ് എം എ ബേബിയെ തോൽപ്പിക്കുന്നത്. പിന്നെ അതെങ്ങനെ അവസരവാദമാകും എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്തിനും ഏതിനും അവസരവാദമെന്നും വർഗീയതയെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM മാറിയിരിക്കുന്നു. പിന്നെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ വികസനം ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു. ബൈപ്പാസ് കാര്യം 972 സഖാവ് TK ദിവാകരനാണ് അതിൻ്റെ സ്വപ്നം കേരളത്തിൽ കൊല്ലത്ത് കൊണ്ടുവന്നത്. ഈ ആറ്റിങ്ങിലൊരു ബൈപ്പാസ് ഉണ്ട് അന്ന് തന്നെ ഉള്ളത്. ആ ബൈപ്പാസിന് പണി ഒന്നും ആയിട്ടില്ല. അപ്പോൾ കൊല്ലത്തിൻ്റെ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലഘട്ടം കൃഷ്ണകുമാറിൻ്റെ സമയത്തും പീതാംബരപ്പൂർ കുറുപ്പിൻ്റെ സമയത്തും അതിനുശേഷം എൻ കെ പ്രേമചന്ദ്രനുമൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 550 കോടി രൂപ 370 കോടിയിൽ 180 കോടിയോളം രൂപ ഈ സംസ്ഥാന സർക്കാർ മുടക്കിയതാണ് ബൈപ്പാസ്. അതിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, 8 മമ്മൂഞ്ഞിൻ്റെ സ്വഭാവമല്ലേ CPM കാണിക്കുന്നത്? കൊല്ലം ബൈപ്പാസ്, കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖമൊക്കെ 1000 ദിവസങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വികസന നേട്ടങ്ങളിൽ. സത്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ നിരവധി പദ്ധതികൾ ഇവർ അട്ടിമറിച്ചില്ലേ? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് മാത്രമായി മാറ്റിയില്ലേ? അപ്പോൾ ഇതൊക്കെ ഈ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യും. മാത്രമല്ല ഇവിടെ വിശ്വാസി സമൂഹത്തിൻ്റെ മേളുടെ നെഞ്ചത്ത് കയറിയുന്ന അട്ടഹസിച്ച ഒരു സമൂഹം ഒരു രാഷ്ട്രീയമായി ഇവിടുത്തെ മാറിയില്ലേ? BJP കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്രയധികം അക്രമം നടത്താനുള്ള കാരണമുണ്ടാക്കി കൊടുത്ത ഇവിടുത്തെ CPM അല്ലേ, ഇവിടുത്തെ മുഖ്യമന്ത്രിയല്ലേ? ഇടതുപക്ഷത്തിന് 3-3.5 പതിറ്റാണ്ട് ചൂടും ചൂരും തന്ന തൊഴിലാളി പ്രസ്ഥാനം മുന്നണി മാറിയെങ്കിൽ അതിന് കാരണക്കാരാര് എന്നുള്ളതാണ് ആദ്യം RYFും RSPയും ഉയർത്തുന്ന ചോദ്യം. അത് അവർക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. ഞങ്ങളാരും ആരെയും പറഞ്ഞു വിട്ടിട്ടല്ല പോയത്. ഈ അസീസും പ്രേമചന്ദ്രനും മാത്രം എടുത്ത 48 പേരടങ്ങുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അസീസും പ്രേമചന്ദ്രനും മാത്രം എടുത്ത തീരുമാനമാണെന്ന് അതിൽ നിന്നും പിരിഞ്ഞുപോയ കോവൂർ കുഞ്ഞുമോൻ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ മാത്രം വ്യക്തിപരമായ തീരുമാനമാണ് ഈ ഇടതുപക്ഷത്തിൽ നിന്ന് പോയതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യക്തികളുടെ താല്പര്യം. അതിൻ്റെ ഒരു തെളിവാണല്ലോ കഴിഞ്ഞ അസംബ്ലിയിൽ RSPയെ കെട്ടുകെട്ടിച്ച് ഇന്ന് അസീസ് ഇരുന്ന് തുരുമ്പടിക്കുകയാണ്. ഇനി അവിടെ അസീസ് അവിടെ ഇരവിപുരം മണ്ഡലത്തിൽ കണി കാണത്തില്ല. അതേപോലെ തന്നെ പ്രേമചന്ദ്രനെയും ഈ പ്രാവശ്യം ഇതേപോലെ തുരുമ്പടിപ്പിക്കും. ഒരു തർക്കവും ഇല്ല. എങ്ങനെ തുരുമ്പെടുക്കുമോ പ്രേമചന്ദ്രൻ? രാജ്യത്ത് തുരുമ്പെടുക്കുന്നത് അസീസും RSPയും അല്ല. ഈ രാജ്യത്ത് തുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം CPM ആണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ അവസരവാദം എന്നൊക്കെ പറയുന്നത് പഴകി തുരുമ്പിച്ച പറച്ചിലാണ്. ഈ അവസരവാദം ഇതിനേക്കാൾ ഉച്ചത്തിൽ 5 വർഷം മുമ്പ് ഇവർ പറഞ്ഞ കാലഘട്ടത്തിലാണ് പ്രേമചന്ദ്രൻ
പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന MA ബേബിയെ 33,000-ൽ പര വോട്ടിന് തോൽപ്പിച്ചത്. അന്ന് പ്രയോഗിച്ചിട്ട് നടക്കാത്ത അവസരവാദം എങ്ങനെ 2019 നടക്കുക? പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം കഴിഞ്ഞുപോയി. ഈ കേരളത്തിലെ CPM-ന് മാത്രമാണ് നേരം വെളുക്കാത്തത്. ഇവിടെ നിന്നൊന്ന് കൂകിയാൽ കേൾക്കുന്ന ദൂരത്തുള്ള കന്യാകുമാരിയിലടക്കം CPM കോൺഗ്രസിന് പിന്തുണ കൊടുക്കുക. ബംഗാളിലൊക്കെ അടക്കം അതാണ് സ്ഥിതി. നടന്നില്ല എങ്കിൽ പോലും ചർച്ചകൾ സജീവമായിരുന്നു. പ്രേമചന്ദ്രൻ 25 നേരത്തെ നേരം വെളുത്തു. CPM-ന് ഇനി നേരം വെളുക്കാൻ കേരളത്തിൽ 25 വർഷക്കാലം കൂടി കഴിയും എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ രണ്ടാമത് വികസനത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും 2016-ൽ പ്രേമചന്ദ്രൻ ഒരു അവാർഡ് കിട്ടിയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് 2016-ൽ പ്രേമചന്ദ്രൻ ലഭിച്ചു. 2017 ജൂലൈ മാസം 19-ാം തീയതിയാണ് ആ അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്. ആ അവാർഡിൻ്റെ പ്രശസ്തി പത്രത്തിൻ്റെ ഒരു പകർപ്പ് ഞാൻ കാട്ടിത്തരാം. ഇതാണ് ആ അവാർഡിൻ്റെ പ്രശസ്തി പത്രമാണിത്. 10 പേര്, ഇന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള 10 പേരടങ്ങുന്ന ജൂറി ഈ അവാർഡ് നൽകിയപ്പോൾ അതിലെ 1-ാമത്തെ വരിയിലെ 4-ാമത്തെ ഒപ്പ് നിങ്ങൾ കണ്ടോ? സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഒപ്പാണത്. ഇവരിവിടെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ മുനയൊടിക്കാൻ ഞങ്ങൾക്ക് സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഈ ഒപ്പ് മാത്രം മതി. ബിജെപിയുടെ പ്രതിനിധിയാണ്. ഇവിടെ BJP സ്ഥാനാർത്ഥി ദുർബലനാണ് എന്നൊരു പ്രചാരണമാണല്ലോ CPM-ഉം ഇടതുമുന്നണി ഉന്നയിക്കുന്നത്. ദുർബലം ശാരീരിക ലെവല് എന്നാൽ പിന്നെ മിസ്റ്റർ കേരള മിസ്റ്റർ ഇന്ത്യ നമുക്ക് കൊണ്ടു കൊടുത്തിട്ട് ശക്തിമാനാന്ന് കാണിക്കാം. ശക്തിയുള്ളത് വോട്ടേഴ്സിന്റെ മനസ്സിലാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കേട്ടത് LDF UDF അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എഴുതുന്നു. കേരളത്തിന് പുറത്ത് ഇവർ രണ്ടും ഒന്നാ. കേരളത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ ഇവർ രണ്ടും രണ്ടായിട്ട് നിന്നിട്ട് ഞങ്ങൾ വലിയ പാർലമെൻറ്റേറിയനാണ്, ഞങ്ങൾക്ക് അവാർഡ് ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ 2 പാർലമെൻറ്റേറിയന്മാരും ആ പാർട്ടികൾ ജയിച്ച മണ്ഡലത്തിൽ ഏതെങ്കിലും പ്രത്യേക ഒരു പ്രോജക്റ്റ് നടത്തിയിട്ടുണ്ടോ? മോഡി കൊടുത്ത് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത് ആ പൈസക്കകത്ത് ഉണ്ട് കുറച്ച് ഇലൂമിനേഷൻ ലൈറ്റുകളും കുറച്ച് ഹൈമാസ്ക് ലൈറ്റുകളും വെച്ചു. പിന്നെ 45 വർഷമായിട്ട് കിടന്ന ബൈപ്പാസ് ഈ പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ബഹുമാനമുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടാണ്. എന്നാലും ഞാൻ പറയാണ്, MP എന്നുള്ള നിലയിൽ പറയാണ്, ഈ 45 വർഷത്തിന് മുമ്പ് പിന്നെ അനുവദിച്ച ബൈപ്പാസ് കഴിഞ്ഞ 10 വർഷമായിട്ട് പുള്ളി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷം മാത്രമാണല്ലോ അടപ്പുവശം ഉണ്ടായത്. അതിന് മുമ്പ് 40 വർഷം ഞാൻ DCOM കോളേജിൽ അധ്യാപകനായിരുന്നു. ഇത് വരുമ്പോൾ ഈ ബൈപ്പാസ് വഴി പോകാമെന്നും പറഞ്ഞ് ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ കയറി റിട്ടയറുമായി. ഇപ്പോഴാണ് ആ ബൈപ്പാസ് വന്നത്. എന്താണ്? കേന്ദ്രത്തിൽ ശക്തമായൊരു ഗവൺമെൻറ് ഒന്നുകൊണ്ടാണ്. ഈ സാറിൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് ഒന്ന് ബൈപ്പാസിൽ കൂടി സഞ്ചരിക്കണമെന്നുള്ള ഒരു സ്വപ്നം പോലും യാഥാർത്ഥ്യമാക്കാത്ത ജനപ്രതിനിധികളാണ് പരസ്പരം പോരടിക്കുന്നതാണ് ആക്ഷേപം. അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു? ROIF-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. കൃഷ്ണകുമാർ, ഈ വിമർശനങ്ങൾ കേട്ടല്ലോ. വിമർശനങ്ങൾ കൊണ്ടൊരു പരിഹാരം അവാർഡ് ഉയർത്തിക്കാട്ടിയതുകൊണ്ട് കാര്യമില്ല എന്ന് ദേവിക പറയുന്നു. അതുപോലെ സാറ് പറയുന്നു ഇതിൽ ഈ നിങ്ങളുടേതായ എന്ത് പ്രോജക്റ്റാണ് ഇവിടെ കാഴ്ചവെച്ചത്? ഇരു മുന്നണികളോടുമാണ് ചോദ്യം. മോദി സർക്കാർ കൊടുത്ത കുറച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ട് വെറുതെ ലൈറ്റിട്ട് കാണിച്ചാൽ മതിയോ? ഇതൊക്കെ ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കാമെന്നതിനപ്പുറം ഒന്നുമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞേക്ക് ഞാൻ അതിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ സ്വൈര്യമായി ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയാണ് UPA മുന്നണി അധികാരത്തിലേക്ക് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്ന അഭിമാനത്തോടു കൂടി തന്നെ 5 വർഷക്കാലത്തെ പ്രവർത്തനം എന്ത് എന്ന് അക്കമിട്ട് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതിനപ്പുറം ഇവിടെ CPM എന്ന പേരിൽ ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ. ഒരു കാര്യമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ, അവർ ഏത് മുന്നണി, അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര്? അവർക്ക് കിട്ടിയാൽ എണ്ണിയാൽ മത്സരിക്കുന്ന തന്നെ തുച്ഛമായ സീറ്റിൽ അവിടെ ജയിക്കുമെന്ന് അവരവകാശപ്പെടുന്ന 2-3 സീറ്റ്, ആ 3 സീറ്റ് കിട്ടിയാൽ അത് നേരിട്ട് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ്. അവർ തമ്മിലുള്ള ഒരു ബന്ധം ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇങ്ങനെ വികസനത്തിന്റെ പാതയിലേക്ക് വന്നാൽ ഇന്ന് കാണുന്ന കൊല്ലം ഈ നിലയിലേക്ക് എത്തിച്ചേരാൻ കാരണം അതിന് നിദാനമായി തീർന്നത് സഖാവ് NK പ്രേമചന്ദ്രൻ തന്നെയാണ്. വികസനങ്ങൾ എണ്ണി പറയാം. ഒന്ന്, ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു. റെയിൽവേയിൽ ടെർമിനലിന്റെ പുതിയ 2ാം ടെർമിനൽ സ്ഥാപിച്ചു. പിന്നെ കേന്ദ്രീയ വിദ്യാലയത്തിന് ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ഒരു വികസനം എന്ന് പറയുന്നത് എല്ലാ രീതിയിലുമാണ്. അത് സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, വ്യവസായികപരമായി, തൊഴിൽപരമായി
ഈ മേഖലകളിലെല്ലാം ഇന്ന് കാണുന്ന വികസനം കൊണ്ടുവന്ന സഖാവ് എൻ കെ പ്രേമചന്ദ്രനാ. അതൊരു മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ BJP കൊടുത്തതല്ല. പാർലമെന്റിൽ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് അത് നേടിയെടുക്കാനുള്ള പരിശ്രമത്തിൽ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് ഈ മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഇവിടുത്തെ നാട്ടുകാരെ, ജനങ്ങളെ നേരിട്ട് അറിയാവുന്നയാളാണ്, ഈ മണ്ണിനറിയാവുന്നയാളാണ്. വികസനം, സ്ഥായിയായ വികസനം, വെറുതെയുള്ള വികസനമല്ല. ഈ നാടിനെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള വികസനത്തിൻ്റെ പരമ്പരകൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞത് അദ്ദേഹം വിജയിച്ചാൽ ഒരാൾക്കും തല താഴ്ത്തേണ്ടി വരില്ലെന്നാ. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാക്കിക്കൊണ്ട് ഈ 5 വർഷക്കാലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും കൊല്ലത്തെ ഒരു മാറ്റിമറിച്ചു, വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ തിരിച്ചെത്താം. ചോദ്യം CPM-നോടാണ്, ഇടതു മുന്നണിയോടാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര്? നിങ്ങൾ ഏത് മുന്നണിയിൽ? നിങ്ങൾ എന്ത് നടപ്പാക്കും? ചോദ്യങ്ങളെ ശരങ്ങാണ്. അതെ, ഞങ്ങൾ ഇത് മുൻകാല ചരിത്രങ്ങളിൽ ഒരിടത്തും ഞങ്ങൾ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടല്ല ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് നേരിട്ടിട്ടുള്ളത്. ഇത്തവണ അങ്ങനെ തന്നെയാണ്. അപ്പം ഇതിന് ശേഷം തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഞങ്ങളുടെ ഉന്നത നേതാക്കന്മാർ അത് അതിനെക്കുറിച്ച് കലിങ്കുഷമായി ചിന്തിച്ചതിനുള്ള നടപടി ഉണ്ടാവും. പിന്നെ വേറൊരു സുഹൃത്തൂടെ പറഞ്ഞ് എട്ടുകാലി മമ്മുഞ്ഞൻ്റെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ കാര്യം എനിക്ക് നേരത്തെ നമ്മളെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. അതായത് നമ്മൾ എട്ടുകാലി മമ്മുഞ്ഞിനെ കുറിച്ച് നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയിൽ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ മണ്ഡലം നിറച്ച് എട്ടുകാലി മമ്മുഞ്ഞുമാരാണ് എല്ലാവരും തന്നെയാണല്ലോ പറയുന്നത് ശരി. അതായത് ഇപ്പം എട്ടുകാലി മമ്മുഞ്ഞിന്റെ പുനർജന്മമാണ് ഈ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയത്തിൽ നെറിയില്ലാത്ത ഒരു മനുഷ്യൻ. ഇതിന് ഒരു മറുപടി മാത്രം ഞാൻ പറയാം. സഖാവ് എൻ കെ പ്രേമചന്ദ്രൻ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ കൊടി അദ്ദേഹം പിടിച്ചിട്ടുള്ളൂ. ഒരു ചിഹ്നത്തിലെ അദ്ദേഹം മത്സരിച്ചിട്ടുള്ളൂ, മൺമട്ടിയും മൺകൂരിയും. ആ ചിഹ്നത്തിലും ആ കൊടിയിലും അതേ പാർട്ടിയിലുമാണ് ഇന്നും അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം ചേരി മാറിയെന്നാണ് ആക്ഷേപം. പാർട്ടിയാണ് നിലപാടെടുക്കുന്നത്. ആ പാർട്ടിയോടൊപ്പം പാർട്ടിയെ വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നയാൾ, ആ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന ആൾ നിലയിൽ പാർട്ടി പറയുന്നതിനൊപ്പം പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് അടിസ്ഥാനപരമായ ഒരു പാർട്ടി പ്രവർത്തകന്റെ കർത്തവ്യം. പാർട്ടി തീരുമാനിച്ചു, യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. ഈ നാട് ഭരിക്കാൻ, അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നായി കാണാൻ, ഒരു മനസ്സോടെ കാണാൻ, ജാതി വർഗ പ്രദേശ വികാരങ്ങളിലാണ് ഒരു മനസ്സോടെ കാണാൻ UPA മുന്നണിക്ക് കഴിയൂ. ആ മുന്നണിക്ക് ശക്തി പകരാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ അതിൻ്റെ മുന്നണി പോരാളിയായി സഖാവ് പ്രേമചന്ദ്രൻ നിന്നു. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ തീരുമാനമാണ്. അതിനകത്ത് ഒരാളെയും വഞ്ചിച്ചിട്ടില്ല. പാർട്ടി തീരുമാനം അനുസരിച്ച ഒരു സഖാവ് മാത്രമാണ് അദ്ദേഹം. ഞാൻ തിരിച്ചെത്താം. യുവ നേതാക്കൾ എത്തിയിട്ടുണ്ട്. എന്താണ് പേര്? സിനു. ഇന്ന് വരെ പാർട്ടി മാറിയിട്ടില്ലാത്ത, ചിഹ്നം മാറിയിട്ടില്ലാത്ത, പാർട്ടി തീരുമാനം അനുസരിച്ച് മാത്രം പോയ ഒരു പ്രേമചന്ദ്രനെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്. ഒരു മുന്നണി, അയാൾ RSP ആണ്. RSP എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ നിരന്തരം തൻ്റെ അധികാരത്തിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ പാർട്ടി മാറുന്നതിനോട് സാധാരണ ഇവിടെ ഒരു കൊല്ലത്തുള്ള ഒരാൾ എന്ന നിലയിൽ യോജിക്കാൻ പറ്റത്തില്ല. ഇന്ന് സാധാരണ ഒരു കൊല്ലത്തുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം, കൊല്ലം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ഇവിടുത്തെ കശുവണ്ടി വ്യവസായത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ കാർഷിക മേഖല, ഈ കശുവണ്ടി വ്യവസായത്തെ പറ്റിയാണ്. കാരണം ഇവിടുത്തെ ഈ കാർഷിക മേഖല, അല്ലെങ്കിൽ ഈ കശുവണ്ടി മേഖലയെ ഇന്ന് കൊല്ലത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പ്രധാന കാരണം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഈ പ്രേമചന്ദ്രൻ ആണ്. പക്ഷേ ഇന്ന് ഇത് തകർന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇറക്കുമതി ചുങ്കം വേണമെന്നുള്ള പ്രേമചന്ദ്രൻ്റെ പ്രത്യേക താല്പര്യം പ്രകാരമാണ്. നിർമ്മല ഇറക്കുമതി ചുങ്കം വേണമെന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൻകിട കശുവണ്ടി മുതലാളിമാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിർമ്മല സീതാരാമനെ വൻകിട കശുവണ്ടി മുതലാളിമാരുമായി പോയി കാണുകയും ഇറക്കുമതി ചുങ്കം 9.36 ആക്കിയതിൻ്റെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നടക്കമുള്ള കശുവണ്ടി ഇറക്കുമതി അത് പ്രതിസന്ധിയിലാവുകയും ചെയ്തു. അതാണ് കേരളത്തിലെ കശുവണ്ടി വ്യവസായം തകർച്ചയിലേക്ക് പോകുവാനുള്ള ഏറ്റവും പ്രധാന കാരണമായി മാറിയിട്ടുള്ളത്. ഗുരുതരമായ ആക്ഷേപമാണ്. മറുപടി വേണം. എന്താണ്? യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്നത് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വ്യക്തമായി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, അധികാരത്തിലെത്തി 100 ദിവസത്തിനകം കശുവണ്ടി ഫാക്ടറികൾ തുറക്കുമെന്ന്. അതിനുവേണ്ടി ഒരു വകുപ്പും അതിനുവേണ്ടി ഒരു മന്ത്രിയെയും ഈ സംസ്ഥാന സർക്കാർ കൊടുത്തു. പക്ഷേ ആ മന്ത്രിയുടെ ഭർത്താവ് തന്നെ ഓരോ കശുവണ്ടി ഫാക്ടറിയുടെ മുമ്പിൽ സമരം ചെയ്യുന്ന അവസ്ഥയാണ് കശുവണ്ടി ഫാക്ടറി തുറക്കാൻ വേണ്ടി. ഇവിടെ പ്രേമചന്ദ്രനല്ല കേരളം ഭരിക്കുന്നത്, പിണറായി വിജയനാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ കമ്മ്യൂണിസത്തെക്കുറിച്ചും അതല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറെ ആരും സംസാരിച്ചാൽ അടിസ്ഥാനരഹിതമാണ്, അടിസ്ഥാനരഹിതം അല്ലെന്ന് പറയാൻ അവസരം തരാം. ഇല്ല പിന്നെ വേണ്ടത് നിങ്ങൾക്ക് മയക്ക് തരാം. മറ്റേ ഇവിടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് അടിത്തറയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇവിടുത്തെ സഖാക്കൾ
ജനങ്ങളോട് ചോദിക്കുന്നു, KM ബാലഗോപാലിൻ്റെ 6 തരത്തിലുള്ള പോസ്റ്റർ ഇതുവരെ ഇറങ്ങി. അതിലേതെങ്കിലും ഒരു പോസ്റ്ററിൽ സഖാവ് KM ബാലഗോപാൽ എന്ന് ഞങ്ങൾ കണ്ടില്ല. എന്തുകൊണ്ട് ഈ സഖാവെന്ന് വെക്കാൻ നിങ്ങൾ മടിക്കുന്നു? മറുപടി പറഞ്ഞിട്ട് ആവേശത്തോടെ മറുപടി. ഈ ഇറക്കുമതി ചുങ്കം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെന്ന് സാമാന്യ ബോധം ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് ഉണ്ടായിരിക്കണം. സംസ്ഥാന സർക്കാരല്ല ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുന്നതെന്നുള്ള സാമാന്യമായ ബോധം അതിപ്പോ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും സാധാരണ ജനങ്ങളെ വഞ്ചിക്കാനും പറ്റിക്കാനും വേണ്ടി പറയുന്നത്. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അത് നിർമ്മലാ സീതാരാമനെ വൻകിട കശുവണ്ടി മുതലാളിമാരുമായി സന്ദർശിക്കുന്നതിന്റെ ഫോട്ടോ ഉണ്ട്. പാർലമെന്ററി ഇടപെടലുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി രേഖകൾ അടക്കമുണ്ട്. ഇവിടെ മറ്റൊരു ആക്ഷേപം ഉന്നയിച്ചത് ഇവിടുത്തെ ഒരു മന്ത്രിയുടെ ഭർത്താവ് കശുവണ്ടി മുതലാളിമാരുമായി കറങ്ങി നടക്കുന്നു. മന്ത്രിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാലേ അദ്ദേഹം CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഒരു മന്ത്രിയുടെ ഭർത്താവിന് രാഷ്ട്രീയം പാടില്ലെന്നോ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ലെന്നോ അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കാൻ പാടില്ലെന്നോ എന്ന് പറയുന്നത് എന്താ? അല്ല, സമരം ചെയ്യുന്ന തെറ്റാണോ? അല്ല, സമരം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ കാര്യം തന്നെയാണ്. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കാഷ്യൂ കോർപ്പറേഷന്റെയും ക്യാപെക്സിന്റെയും നേതൃത്വത്തിലുള്ള മുഴുവൻ കശുവണ്ടി കൊല്ലത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം 5 ഫാക്ടറികളാണോ ഇവരുടെ നേതൃത്വത്തിലുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം പറഞ്ഞ 100 ദിവസത്തിനുള്ളിൽ ഫാക്ടറികൾ തുറന്നു എന്ന് പറഞ്ഞാൽ 1 വർഷത്തിലധികമായി പൂട്ടി UDF സർക്കാരിൻ്റെ കാലത്ത് 1 വർഷത്തിലധികമായി പൂട്ടിക്കിടന്ന കശുവണ്ടി ഫാക്ടറികളാണ് 30 ദിവസത്തിനകം തുറന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ കാഷ്യൂ ഫാക്ടറികൾ തുറക്കുന്നതിന് വേണ്ടി ബാങ്കുകളുമായി സഹകരിച്ചുകൊണ്ട് അവർക്ക് കശുവണ്ടി സൗജന്യമായി നൽകുന്നു. അതിനുശേഷം അവർ പരിപ്പാക്കിയ പരിപ്പ് വിൽക്കുമ്പോൾ മാത്രം സർക്കാർ ആ പൈസ വാങ്ങിക്കുകയും ഒരു കാര്യം ഉറപ്പാണ്. ഇറക്കുമതി പറയട്ടെ ഞാൻ തിരിച്ചു വരാം. ഒരു കാര്യം ഉറപ്പ് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയതാരാണെങ്കിലും ശരി, കെടുകാര്യസ്ഥത കൊണ്ടായാലും മറ്റെന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിലായാലും കശുവണ്ടി വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയതാരാണെങ്കിലും ശരി, ഒന്നുറപ്പായി കൊല്ലം മണ്ഡലത്തിൽ കശുവണ്ടി വലിയ തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ്. ഞാൻ തിരികെ എത്താം. BJPയുടെ കൗൺസിലർ ഇവിടെ എത്തിയിട്ടുണ്ട്. പേര് ശൈലജ. തർക്കങ്ങൾ കേട്ടല്ലോ. എന്താണ് BJPയുടെ സ്ഥാനാർത്ഥി എന്തിനു വേണ്ടി മത്സരിക്കുന്നു ഈ 2 മുന്നണികളുടെ യുദ്ധത്തിനിടയിൽ? കാരണം ഇവിടെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അത് നമ്മുടെ ഏത് സ്ഥലത്തും നോക്കിയാലും ത്രികോണ മത്സരമാണ്. അപ്പോൾ BJPയുടെ ഒരു കാൻഡിഡേറ്റ് KV സാബു സാറാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ വിദ്യാഭ്യാസപരമായും നമ്മളെപ്പോഴും എടുക്കുന്നത് നമ്മുടെ ഓരോ കാൻഡിഡേറ്റിനെയും എടുക്കുന്ന അവരുടെ കഴിവുകൾ നോക്കിയിട്ടാണ്. അവർ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിൽക്കുന്നവരാണ്. ഇപ്പം ഇവിടെ പ്രേമചന്ദ്രനായാലും ബാലഗോപാലായാലും ഇവർ ആദ്യം തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരെല്ലാവരുടെയും പുതുമുഖങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് അവർ ഓരോ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത് ജനപ്രതിനിധിയായിട്ട് വരുമ്പോൾ മാത്രമാണ് ജനങ്ങൾ അത് അംഗീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ കൊല്ലത്ത് പുതുമുഖമാവാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് അദ്ദേഹം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിന്നിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ആ നാട്ടുകാർക്കെല്ലാം അറിയാം. കൊല്ലത്ത് പുതിയതായിട്ട് വന്നതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമോശമുണ്ടാകാം. അപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഇവർ ആധികാരികമായി ചിന്തിച്ചാൽ ഒരുപക്ഷെ ഇവർക്ക് അറിയാൻ പറ്റും. ചർച്ച കഴിയുന്നില്ല. വിഷയത്തിൽ നിന്ന് വിഷയത്തിലേക്ക് കൊല്ലം ഓടിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിളച്ചുമറിയുന്ന സൂര്യനോടൊപ്പം തെരഞ്ഞെടുപ്പ് ചർച്ചയും പ്രചാരണവും ചൂടുപിടിച്ച് ഓടുകയാണ് കൊല്ലം മണ്ഡലത്തിലൂടെ. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ അവസാനിക്കുന്നില്ല. മറ്റൊരു മണ്ഡലത്തിലെ വിഷയമായി തിരികെ എത്താം. നമസ്കാരം.